അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളിന്നൊരു നൈറ്റ് ഡ്രൈവിന് പോവുകയാണ്. നമ്മുടെ മഹാരാഷ്ട്ര ട്രിപ്പിൽ നാസിക്കിലെ ദുഗർവാടി എന്നൊരു വാട്ടർഫാളിൽ വെച്ചിട്ട് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിജയ് എന്നാണ് അവൻ്റെ പേര്. അവനെ പരിചയപ്പെട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ വീട് ശിവകാശിയിലാണെന്നുള്ള കാര്യം. അപ്പോഴേ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അടുത്ത വിഷുവിന് നമ്മൾ പടക്കം മേടിക്കാൻ നേരെ ശിവകാശിക്ക് വെച്ച് പിടിക്കുകയാണെന്ന്. വിഷുവിന് വെറും 4 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ശിവകാശിക്ക് വണ്ടി എടുക്കുകയാണ്. Bye. കൊച്ചിയിലെ കങ്ങരപ്പടിയിൽ നിന്നാണ് നമ്മൾ ഇത്തവണ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കങ്ങരപ്പടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കനാട് നിന്ന് 4 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പെരുമ്പാവൂർ, കോതമംഗലം, നേര്യമംഗലം ആ റൂട്ടിലാണ് നമ്മൾ നേരെ പോകുന്നത്. കങ്ങരപ്പടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏറെക്കുറെ രാത്രി 8 മണി ആയിട്ടുണ്ടായിരുന്നു. നേരം വെളുക്കുമ്പോഴത്തേക്ക് നമുക്ക് ശിവകാശി എത്താം എന്നുള്ള ലെവലിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. കോതമംഗലൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴക്കാറായിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാറ്റും ഇടിയും മിന്നലൊക്കെ ആയിരുന്നു. ശക്തമായിട്ടുള്ള മഴ വരികയാണെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരുന്നുള്ള ഒരു പേടിയോട് കൂടിയാണ് വണ്ടി ഓടിച്ചത്. കാരണം ഞാൻ റെയിൻകോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നേരെ പോയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് ഏറെക്കുറെ 300 കിലോമീറ്ററാണ് ശിവകാശിക്കുള്ളത്. നമ്മൾ തേനി വഴിയാണ് പോകുന്നത്. കുറച്ചും കൂടി മുന്നോട്ടെത്തിയപ്പോഴത്തേക്ക് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹെവി ഒരു റെയിൻഫോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ നമുക്കങ്ങോട്ട് കുറേ ദൂരം പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ നേര്യമംഗലം എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് റൈറ്റിലേക്ക് ഇങ്ങനെ ഒരു വഴി കാണാം. ഈ വഴിക്കാണ് നമ്മൾ രാമക്കൽമേടൊക്കെ പോകുന്നത്. ഇടുക്കിക്ക് പോകുന്ന റൂട്ടാണത്. ഈ വഴിക്ക് നമ്മൾ നേരെ രാജകുമാരി രാജാക്കാട്ട് പിടിച്ച് നേരെ സ്ട്രൈറ്റ് തേനിക്ക് പോവുകയാണ്. ഈ നേര്യമംഗലം സൈഡുണ്ടല്ലോ, എപ്പോൾ നോക്കിയാലും ഈ ഒരു ക്ലൈമറ്റാണ്. നല്ല തണുപ്പും കോടയും ഒരു ചെറിയ മഴയും ഏത് സമയത്തും ഉണ്ടാവും. കൊച്ചിയിൽ നിന്ന് ആ ഒരു കൊടും ചൂടിൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ അടിപൊളിയാണ്. മാത്രമല്ല ഈ ഒരു റൂട്ട്, അതായത് രാജകുമാരി എത്തുന്നവരെ, രാജാക്കാട്ട് രാജകുമാരിക്ക് എത്തുന്നത് വരെ ഈ ഒരു ലെവലിലാണ് റോഡ്. നമ്മൾ റോഡൊക്കെ വേറെ ലെവലിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പണ്ടത്തെ ഒരു കേരളത്തിലെ റോഡുകൾ പോലെയല്ല ഇപ്പോഴത്തെ റോഡുകൾ. റോഡൊക്കെ വേറെ ലെവലിൽ ഭയങ്കര കിടിലൻ റോഡാണ് ഇപ്പോൾ ഉള്ളതൊക്കെ. നമ്മളങ്ങനെ രാജകുമാരി എത്തി. എന്തൊരു വ്യത്യസ്തമായിട്ടുള്ള പേരാണല്ലേ രാജകുമാരി എന്നൊക്കെ ഒരു ടൗണിന് പേര് വരിക എന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ പതിവ് പോലെ ഒന്നും കഴിക്കാതെയാണ് എറണാകുളത്ത് നിന്ന് പോകുന്നുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ചേച്ചി കട അടയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ചേച്ചിനോട് ചോദിച്ചു നോക്കി ഇവിടെ വല്ലതുണ്ടോ എന്ന്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ബജ്ജിയും ചൂടുവെള്ളവും വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ബജ്ജി മട്ടി ഇറുക്കല്ലേ? ബജ്ജി പോതും. ടീ ഏതാ തീർക്കാം? ഇല്ല, சுடு தண்ணி இருக்கு. ஓகே, பூப்பாറ இருக்குமா? ഓക്കെ. അങ്ങനെ ആ അക്ക പറഞ്ഞതനുസരിച്ചിട്ട് പൂപ്പാറ ടൗണിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. പൂപ്പാറ വഴിയാണ് നമുക്ക് പോകേണ്ടതും. പൂപ്പാറ രാത്രിയും ഇഷ്ടംപോലെ ഹോട്ടൽസും ഫുഡൊക്കെ ഉണ്ടാവുമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അങ്ങനെ നമ്മൾ പൂപ്പാറ മെയിൻ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങോട്ട് തേനിക്ക് പോകേണ്ടത്. ലെഫ്റ്റിലേക്ക് എടുത്തപ്പോൾ തന്നെ ഇവിടെ ചെറിയ തട്ടുകട കണ്ടു. ഈ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ വണ്ടി ഇവിടെ നിർത്തി. ഓംലെറ്റ് ഉണ്ടല്ലേ? ഓംലെറ്റ് ഉണ്ട്, അത് മതി. ചായ അല്ലേ? മതി മതി, കട്ടൻ കാപ്പി മതി. ഒരു കട്ടൻ കാപ്പി ഡബിൾ ഓംലെറ്റ് അടിച്ചോ. ബ്രെഡ് ഉണ്ടോ? ബ്രെഡ് ഉണ്ട്. എന്നാൽ ഒരു ഡബിൾ ബ്രെഡ് ഓംലെറ്റ് അടിച്ചോ. അടിപൊളി. ഭാഗ്യത്തിൽ അവിടെ നല്ല ബ്രെഡ് ഓംലെറ്റും കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാവാൻ മുന്നോട്ടുള്ള യാത്ര തീരുമാനിച്ചു. ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. വേറൊന്നുമില്ല, ഞാനിങ്ങനെ ശിവകാശിക്ക് പടക്കം പിടിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ പുള്ളി ഇതേപോലെ തന്നെ പണ്ടൊക്കെ പോയിട്ടുണ്ടെന്നും പുള്ളിയുടെ മക്കൾക്കും കൊച്ചു മക്കൾക്കൊക്കെ പടക്കങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പുള്ളി ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയായിരുന്നു. യൂട്യൂബിൽ സിനിമയും കണ്ടുകൊണ്ടാണ് അപ്പുറത്തൊരു പുള്ളിക്കാരെ കിടന്നുറങ്ങുന്നത്. അവർ രണ്ടുപേരും പാർട്ട്നേഴ്സാണെന്നാണ് പറഞ്ഞത്. 30 വർഷമായിട്ട് ഈ ചേട്ടൻ്റെ ഇവിടെ കച്ചവടം നടത്തുകയാണ്. അവിടെ വെച്ചാൽ മതി, അവിടെ വെച്ചാൽ മതി. ശരിയായിട്ടോ, കാണാം. അങ്ങനെ കുറച്ച് നേരം ഞാൻ പുള്ളിയോട് കഥയൊക്കെ പറഞ്ഞിരുന്ന് അവിടുന്ന് വണ്ടി എടുത്ത് നമ്മൾ നേരെ തേനിക്ക് വെച്ച് പിടിക്കുകയാണ്.
ഇനി വലിയൊരു ചുരം ഇറങ്ങാനുണ്ട്. ശരി, കാണാം. ഈ കാണുന്ന ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ മൂന്നാറിലേക്കാണ് പോവുക. നമുക്കിവിടുന്ന് നേരെയാണ് പോകേണ്ടത്. ശരിക്കും പകൽ വരികയാണെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള ടൗണാണ് ഈ പൂപ്പാറ, രാജകുമാരി എന്നൊക്കെ പറയുന്നത്. ഈ കാണുന്ന 2 സൈഡിൽ തേയില എസ്റ്റേറ്റാണ്. എന്ന് നോക്കിയെങ്കിൽ ഒരു വസ്തു നമുക്ക് കാണാൻ പറ്റുന്നില്ല. പൂപ്പാറയിൽ നിന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. അത്രയും കിടിലൻ റോഡാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിയുന്നതോടുകൂടി നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. സാറിൻ്റെ തേനി സ്ട്രൈറ്റ് അല്ലേ? ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിയുന്നതോടുകൂടി തന്നെ നമ്മൾ ചുരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇനി വലിയൊരു ചുരമാണ് താഴെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി തമിഴ്നാട്ടിലെത്തി, എന്നാലും ആ ഒരു പ്രോപ്പർ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയ ചുരം ഇറങ്ങണം. ഞാൻ ഈ ഒരു ഹെയർ പിന്നിൽ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ഇവിടുന്ന് താഴേക്ക് പോയത്. സമയം രാത്രി 10-12 ആയതുകൊണ്ട് തന്നെ നല്ല കാലിയായിരുന്നു റോഡിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല. വണ്ടികളാണെങ്കിൽ വളരെ കുറവ്. ഒരു 10-15 മിനിറ്റ് കൂടുമ്പം ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാലായി. അതുകൊണ്ട് ചുരമൊക്കെ നമ്മൾ വേഗം ഇറങ്ങി കഴിഞ്ഞു. ഒട്ടും ബ്ലോക്കില്ലാതെ പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞു. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ താഴെ എത്തി. അടുത്തൊരു ചെക്ക് പോസ്റ്റ് കണ്ടു. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ തേനിക്ക് പോവാണ്. ഈ തേനി എത്തുന്നതിന് മുന്നേ തൊട്ടടുത്തുള്ളൊരു ടൗണാണ് ബോഡി എന്ന് പറയും. ഈ ബോഡിയിൽ നിന്നാണ് മെയിനായിട്ട് എല്ലാവരും പറയും ബോഡിയിലേക്ക് ചെന്നിട്ട് തേനിയിൽ പോകണം, ബോഡിയിലേക്ക് പോയിട്ട് വേണം പോകാമെന്നൊക്കെയാണ് എല്ലാവരും പറയുക. അന്ന് ശരിക്കും ബോഡി മെട്ട് അങ്ങനെ എന്തുവാണ് ഫുൾ നെയിം വരുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വെച്ചേക്കുന്നത് ബോഡിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ഒറ്റ റോഡാണ്. അറിയാലോ, തമിഴ്നാട്ടിൽ കഴിഞ്ഞാൽ റോഡിൻ്റെ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്ട്രെച്ചിലായിരിക്കും റോഡ്. നമുക്കധികം വളവും തിരിവൊന്നും കാണത്തില്ല. ചെറിയ ഗ്രാമങ്ങളിൽ കയറും മാത്രമാണ് ഊടുവഴികൾ വരുന്നത്. ബാക്കി ഇങ്ങനെ ഒറ്റ സ്ട്രെച്ച് റോഡായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ബോഡി. ഇവിടെ എത്തിയിട്ട് നേരെ ഇനി തേനിയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് തേനിയിലെത്തിയിരിക്കുകയാണ്. ഇനി ഈ തേനിയിൽ എവിടെയെങ്കിലും ഒന്ന് റൂം എടുത്തിട്ട് കിടന്നുറങ്ങണം എന്നുള്ളതാണ് അടുത്ത പ്ലാന്. മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് സ്റ്റേ ചെയ്തിട്ട് മതി മുന്നോട്ടുള്ള വണ്ടി ഓടിക്കലും തീരുമാനിച്ചിട്ടാണ് ഇവിടെ ഒരു 2-2:30 കൂടി നമ്മൾ ഇവിടെ റൂം എടുക്കുന്നത്. തേനി ടൗൺ കഴിഞ്ഞ് മധുര ഹൈവേയിലുള്ള ഒരു ചെറിയ ലോഡ്ജിലാണ് ഞാൻ റൂം എടുത്തത്. പുതിയതായിട്ട് പടുത്തൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. വി ലോഡ്ജ് എന്നാണ് പേര്. 700 രൂപയാണ് ഒരു ദിവസത്തേക്ക് ഇവർ പറഞ്ഞത്. പക്ഷേ അത് പറഞ്ഞാൽ ഞാൻ 600 രൂപയ്ക്ക് ഒപ്പിച്ചു. ഡബിൾ റൂം തന്നെയാണ്, അല്ലാതെ സിംഗിൾ റൂം അല്ല. നോൺ എ സിയെ പോകും. അങ്ങനെ ഡീലൊക്കെ ഉറപ്പിച്ച ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്ത് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. 1ാമത്തെ നിലയിലായിരുന്നു റൂം ഉണ്ടായിരുന്നത്. അത്യാവശ്യം നീറ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൃത്തി ഉണ്ടായിരുന്നു റൂമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വേറെ പ്രത്യേകിച്ച് ഭയങ്കര ഫെസിലിറ്റി ഒന്നുമില്ല, പക്ഷേ ഉള്ള റൂം നല്ല വൃത്തിക്കാരും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ നൈസ്. എന്നാ എതുമേ വേണ്ട, കൊല്ലത്ത് പോകാൻ പോതും കാലയിലേ തിരിച്ച് പോയിടും. ശരിയാണ്. അങ്ങനെ ആ രാത്രി ഞാൻ അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റു. രാവിലെ ഈ ഒരു വ്യൂ ആണ് കാണുന്നത്. വളരെ ഭംഗിയുള്ളൊരു സൺറൈസ് ആയിരുന്നു. നല്ല വൃത്തിക്ക് കാണാൻ പറ്റി. ഈ ലോഡ്ജിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. അവിടുന്ന് രാവിലെ തന്നെ ഇങ്ങനെ പാട്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു വൈബ് വേറെ. കണ്ടില്ലേ, സൺറൈസ് കറക്റ്റായിട്ട് കാണാൻ പറ്റി. നല്ല റെഡ് ടോണിൽ സണ്ണിങ്ങനെ ഉദിച്ച് വരുന്നത് കറക്റ്റ് കിട്ടി. സമയം ഏറെക്കുറെ രാവിലെ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിക്ക് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ശിവകാശി എത്താമെന്നുള്ളതാണ് നമ്മളെ പ്ലാന്. ഈ ലോഡ്ജിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പെട്രോൾ പമ്പാണുള്ളത്. അത് വളരെ ഉപകാരമായി. അത് ഞാൻ എന്താണെന്ന് വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ അവിടുത്തെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം നമുക്കൊരു 100 രൂപ എക്സ്ട്രാ തിരിച്ചു കിട്ടാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുത്ത് കുറച്ചങ്ങോട്ട് പോയപ്പോൾ വണ്ടിക്ക് വല്ലാത്ത മിസ്സിങ്. ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഞാൻ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കൈയിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വണ്ടിയുടെ പെട്രോൾ ഓഫായിട്ടിരിക്കുകയാണ്.
അങ്ങനെ പെട്രോൾ ഓണാക്കി വയ്ക്കുമ്പോൾ കയ്യിലേക്ക് നിറച്ച് പെട്രോളിങ് വന്നു. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ വണ്ടിയിലെ പെട്രോൾ ആരോ മൊത്തത്തിൽ ഊറ്റിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഈ രാത്രിക്ക്. കണ്ടില്ലേ, ഈ 2 വാൽവിൻ്റെ ഇടയ്ക്ക് ഒരു ഫിൽറ്റർ ഉണ്ടായിരുന്നു നമുക്ക് പെട്രോളിന്. അത് ഊരി മാറ്റിയതിന് ശേഷമാണ് നൈസായിട്ട് ആ പെട്രോൾ മൊത്തം ഊറ്റിക്കൊണ്ട് പോയത്. ഏറെക്കുറെ 10,000 1200 രൂപയുടെ എണ്ണ ഉണ്ടായിരുന്നതാണ് മൊത്തത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് തിരിച്ച് നമ്മുടെ ലോഡ്ജിലേക്ക് വണ്ടി തള്ളിക്കൊണ്ട് വരികയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു. എങ്ങനെ பெட்ரோல் அங்கே ஃபில்டர் இருந்தது. பெட்ரோல் அப்படியே கட் பண்ணி இங்கே தூக்கிட்டு எடுத்துகிட்டு போயிட்டாரா. யார் கட் பண்ணுது தெரியாது. கட் பண்ணி இங்கே பெரிய ஃபில்டர் இருந்தது. 1200 ருபீஸுக்கு பெட்ரோல் இருந்த கம்ப்ளீட்டாக ஊற்றி போயிடுச்சு. வண்டி இங்கே அங்கே லெஃப்டில் வந்து ஆஃப் ஆகிடுச்சு. அந்த சிசிடிவி இல்லை. ഞാൻ കേട്ടതല്ല എന്നെ സേഫ് തന്നെ വണ്ടി ഇപ്പടി. ഞാൻ അവരോട് ആദ്യമേ ചോദിച്ചാണ് വണ്ടി ഇവിടെ സേഫ് അല്ലേ, ഇവിടുത്തെ വേറെ കുഴപ്പമുണ്ടാവില്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല, CCTV ഒക്കെ ഉണ്ടെന്ന്. എന്നിട്ടിപ്പോൾ ഈ മച്ചാൻ പറയുന്നു ആ CCTV വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം. കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് പറഞ്ഞു CCTV വർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല, പിന്നെ നമുക്ക് ആളെ പിടിക്കാമെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. കുറേ നേരം അവിടെ അതിനുവേണ്ടി വേസ്റ്റ് ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് ഈ ഊരി മാറ്റിയേക്കുന്ന ഫിൽറ്റർ ശരിക്കും അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ രാവിലെ അടിച്ചു വാരിപ്പം അതെന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് എടുത്ത് കാട്ടി കളഞ്ഞേക്കുമായിരുന്നു. അങ്ങനെ അത് തപ്പിപ്പിടിച്ചെടുത്ത് ഇട്ടപ്പം നമുക്ക് ഇനി പെട്രോൾ അടിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ ആൾ ആരാണെന്നോ അതെങ്ങനെ എടുത്തെന്നുള്ള കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഫിൽറ്റർ എടുത്തിട്ടതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റുള്ള പെട്രോൾ പമ്പിലേക്ക് വണ്ടി വീണ്ടും തള്ളിയിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാണ്. ഈ എൻഫീൽഡൊക്കെ തള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഒരു 3-4 മാസം മുന്നേ നമ്മൾ കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് മൊത്തം ഒരു 26-27 ദിവസം ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പെട്രോൾ ഊറ്റിക്കൊണ്ട് പോകുന്ന പരിപാടി. നമ്മുടെ സൗത്തിലേക്ക് ഇറങ്ങി ആദ്യം ഇറങ്ങിയിട്ട് ആകെ 2-3 മണിക്കൂർ വണ്ടിയോടെ നിർത്തിയിട്ടുള്ളൂ. ആ ഗ്യാപ്പിൽ CCTVയുടെ മുന്നിൽ നിന്ന് പെട്രോൾ ഊറ്റിക്കൊണ്ട് പോയേക്കുവാണ്. ആ ഹോട്ടലുകാർ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് കോമഡി. അവർ ഒന്നും അറിയില്ല എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാമെന്ന് പറയുന്നു, വിളിച്ചോന്നില്ല എന്നുള്ള കാര്യം അറിയില്ല. CCTV ഓണാക്കാമെന്ന് പറയുന്നു. ഇന്നേക്ക് 3-4 ദിവസമായി ഇപ്പം ഈ വീഡിയോ എടുത്തിട്ട് ഇതുവരെ അവരൊരു റെസ്പോൺസ് തന്നിട്ടില്ല. എൻ്റെ നമ്പറൊക്കെ അവിടെ കൊടുത്താണ്. ഞാൻ അവരെ വിളിക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചപ്പോൾ അവരുടെ മൊബൈൽ ഓഫാണ്. ഒരു ഡീറ്റെയിൽസും കിട്ടാനില്ല. വളരെ മോശം ഒരു അനുഭവമായിരുന്നു. എന്തായാലും ഈ ഒരു ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ റൂം എടുത്തിട്ട് വേണമെങ്കിൽ ഒരു ലിറ്റർ പെട്രോൾ കയ്യിൽ മേടിച്ച് വെച്ചിട്ട് രാവിലെ ചെക്ക് ചെയ്തിട്ട് അത് ഒഴിച്ചിട്ട് വേണമെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകും എന്ന് പറയുന്ന ലെവലിലേക്കാണ് അവസ്ഥയിരിക്കുന്നത്. അവരങ്ങനെ പെരുമാറിയതിനോ പെട്രോൾ പോയതിനോ ഒന്നുമല്ല എൻ്റെ ദേഷ്യം. എൻ്റെ ദേഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സമയം എൻ്റെ വെറുതെ വേസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഞാനൊരു 1 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച ശേഷമാണ് ആദ്യം വണ്ടി ഓഫായിട്ടുണ്ടായിരുന്നത്. അത് മൊത്തം തിരിച്ച് തള്ളി ഇവരെടുത്ത് കൊണ്ടുവച്ച് ഈ സമയം അതിനുവേണ്ടി മെനക്കെടുത്തി എന്നുള്ളതാണ്. പിന്നെ കള്ളന്മാരോട് താങ്ക്സ് പറയാനുള്ളത്, അവരെന്തായാലും ഇത് മുറിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ആ വാൽവ് കിട്ടാൻ വേണ്ടിയിട്ട് 10 മണി വരെ വർക്ക്ഷോപ്പ് തുറക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടാവുന്നതാണ്. അതെന്താ നടക്കട്ടെ, അവരെന്തായാലും നൈസായിട്ട് ഊരിക്കൊണ്ട് പോയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതിന് അവരോടൊരു താങ്ക്സ് പറയാനുണ്ട്. ആ ഒരു കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് 8 മണിയായി. ഇനി ഏറെക്കുറെ 10 മണിയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 10:30-11 മണിക്കുള്ളിൽ നമ്മൾ എവിടെ ശിവകാശി എത്തണം. കാരണം ആ സമയത്താണ് അവരോട് എത്താമെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് മുന്നോട്ട് വണ്ടി ഓടിക്കുന്നത്. തേനിയിൽ നിന്ന് ഏറെക്കുറെ ഒരു 100-110 കിലോമീറ്ററേ ശിവകാശിക്ക് ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ 2.5-3 മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തേണ്ടതാണ്. മാത്രമല്ല ഇനി അങ്ങോട്ട് വളവും തിരിവുകളൊക്കെ വളരെ കുറവാണ്. ഗ്രാമങ്ങളിലൂടെയും ചെറിയ ടൗണുകളിലൂടെ എത്തുമ്പോൾ മാത്രമാണ് ഒരു ബ്ലോക്ക് വരാൻ ചാൻസ്. ബാക്കി റോഡുകളൊക്കെ ഈ കാണുന്ന പോലെ സ്ട്രെയിറ്റ് റോഡാണ്. ഒന്നും നോക്കണ്ട, കൈ കൊടുത്തൊരു 100-110 ലെവലിൽ ഇങ്ങനെ അടിച്ച് മിന്നിച്ച് പോകാൻ പറ്റും. മധുരയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കിട്ടില്ലൊരു വൈബാണ്. കാരണം രാവിലെ സൂര്യൻ ഉദിച്ചങ്ങ് വന്നതേ ഉള്ളൂ. ചെറിയ ലൈറ്റാണ്, വെയിലിങ്ങനെ കുറവാണ്. ഈ 2 സൈഡിലും നിറയെ പുളിമരങ്ങളാണ്, നല്ല റോഡുമാണ്. കിട്ടില്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ ഈ തേനി മുതൽ ശിവകാശി വരെ എത്തുക എന്നുള്ള പറയുന്നത്. ഈ പറയുന്ന പോലെ ഗ്രാമക്കാഴ്ചകളൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു റൂട്ടും കൂടിയാണ്. കണ്ടില്ലേ കാളവണ്ടിയൊക്കെ. ഇതുപോലുള്ള കൊച്ചു ടൗണുകളുടെ മുന്നേ ആയിട്ട് എന്തായാലും ഒരു ഹമ്പ് കാണും. അതുകൊണ്ട് നമ്മളിങ്ങനെ പറപ്പിച്ച് വരുമ്പം ദൂരെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണുവാണെങ്കിൽ മനസ്സിലാക്കിയാൽ ചെറിയൊരു ടൗൺ വരുന്നുണ്ട്. ആ ടൗണിന് മുന്നേ ഒരു വലിയ ഹമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അത് നമ്മൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ആ ഹമ്പിലൂടെ നമ്മൾ പറക്കുന്നതായിരിക്കും.
മഹാരാഷ്ട്ര ട്രിപ്പിലൊക്കെ പറയുന്ന പോലെ ഇനി അങ്ങോട്ട് കുറേ ദൂരത്തേക്ക് തരിശ് ഭൂമിയും അതേപോലെ തന്നെ കൃഷി ഏരിയയുമാണ്. ഈ രണ്ട് സൈഡ് കണ്ടില്ലേ നിറച്ചുണ്ടായി നിൽക്കുന്നത് പുളിമരങ്ങളാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നിറയെ പുളിമരങ്ങളും ആര്യവേപ്പ് മരങ്ങളും ആയിരിക്കും ഇവിടെ കംപ്ലീറ്റ് ഉണ്ടാവുക. അങ്ങനെ ഫൈനലി നമ്മൾ ശിവകാശി എത്തിയിരിക്കുകയാണ്. ശിവകാശി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണുള്ളത്. ഇവിടെ നിന്നൊരു കാപ്പിയും കുടിച്ച് ഞാൻ വിജയനെ വിളിച്ചപ്പോഴാണ് വിജയ് പറഞ്ഞത് അവൻ എത്താൻ വേണ്ടി ഒരു 10-12 ആവും. അപ്പോൾ അതുവരെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശങ്കർ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടിനെ അയക്കാം. അവൻ എന്നെ പടക്കം പഠിക്കാനൊക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ടുപോകും. പുള്ളിയാണ് പടക്കത്തിൻ്റെ മെയിനാണ്. അങ്ങനെ ശങ്കറിനെ ഞാൻ വിളിച്ചപ്പോൾ ശങ്കർ പറഞ്ഞു ശിവകാശി ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ, അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് ഓപ്പോസിറ്റുള്ളൊരു പമ്പിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാ വന്നു, ഇവനാണ് ശങ്കർ മച്ചാൻ. ഇവനൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, നമുക്ക് മുന്നോട്ട് പോകുന്ന വീഡിയോയിൽ മനസ്സിലാവും. ഇവനൊരു അടിപൊളി ഒരു പുള്ളിക്കാരനാണ്. അങ്ങനെ ഇവൻ്റെ പുറകെ നമ്മൾ പടക്കം പഠിക്കാൻ വേണ്ടിയിട്ട് നേരെ ഈ ക്രാക്കർ ഷോപ്പിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ് നമ്മുടെ ഈ പടക്കങ്ങളുടെ മെയിൻ ഏരിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ശിവകാശിയിൽ മൊത്തം 3000-ലധികം ക്രാക്കർ ഷോപ്പുകൾ, പടക്കക്കടകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മുട്ടായിത്തെരുവിൽ എത്തിയൊരു ഫീലാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ ഒരു ഉത്സവം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാ ഷോപ്പുകളും അടച്ചിട്ടേക്കാണ്. ഇതിപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ടുമാണ് നമുക്ക് ഇന്ന് ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് സാധനങ്ങൾ എടുത്തു തരുന്നത്. അങ്ങനെ നമ്മുടെ ഷോപ്പിൻ്റെ പുറകിലുള്ള ഒരു ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ശിവകാശി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് സേഫ് താനേ, ബൈക്ക് സേഫ് താനേ? ഓക്കെ, പറയല്ലോ. ശിവകാശിയിൽ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിറയെ പടക്കക്കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കെയർ ഓഫിലുള്ളൊരു കടയാണ് ഇത്. ശരവണ ക്രാക്കേഴ്സ് എന്ന് പറയും. ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ക്രാക്കേഴ്സ് വിൽക്കുന്നൊരു കടയാണ്. അപ്പം ആ കടയിലേക്ക് കയറിയിട്ട് നമുക്ക് നോക്കാം ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ. ഹായ് അണ്ണാ, ഇതാണ് ശങ്കർ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. വിജയ് എന്നൊരു ഫ്രണ്ടായിരുന്നു എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്, പുള്ളിയുടെ ഫ്രണ്ടാണ്. ഇതാണ് നമ്മുടെ ഓണർ. ഹായ്. അപ്പം ഞാനിതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ, എൻ്റെ നാട്ടിലേക്കുള്ള ഓരോ സെറ്റ് എടുത്ത് വെച്ചേക്കാണ്. ഇത് എടുത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് ഇവിടുന്ന് കൊറിയർ ചെയ്യാൻ പറ്റും. അപ്പോഴേ നമുക്ക് ആദ്യം ഈ കമ്പിത്തിരിയും തുടങ്ങാം. നമ്മുടെ മെയിൻ സാധനമുള്ള കമ്പിത്തിരി എന്ന് പറയുന്നത്. കമ്പിത്തിരി കണ്ടില്ലേ, ഇവിടെ ഏറ്റവും ചെറുത് ഉള്ളത് 15 സെൻറ്റിമീറ്ററിൻ്റെ ആണ്. ആണോ ഈ 15 സെൻറ്റിമീറ്റർ ഉള്ളത് എന്നാ പറഞ്ഞത്? ആ, ഇത് 30 രൂപ 10 പീസ്. 10 പീസ് ഉള്ളതിന് 30 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പല ടൈപ്പുണ്ട്. ഞാനിപ്പോൾ ഇത് സ്പാർക്കിൾ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മൾട്ടി കളർ, ഇതെല്ലാം സെയിം റേറ്റ് ആണ്. 5 രൂപ കൂടുതൽ വരും. ഓക്കെ. അടുത്തത് വന്ന് ഇത് 30 സെൻറ്റിമീറ്റർ അല്ലേ? 30 സെൻറ്റിമീറ്റർ. ഇതെവിടെ വരുന്നത്? 30 സെൻറ്റിമീറ്ററിന് 40 രൂപ വരും. പച്ച കളർ മട്ടും. ഇതോടെ ക്രാക്ലിംഗ് വർക്ക്. ഇതെവിടെ വരുന്നത്? 35 രൂപ. ഇതിനും പാക്കറ്റ് 35 രൂപ വരും. അത്രയും റേറ്റ് കുറവാണ് ഇവിടെ. ഇതിൻ്റെ തന്നെ റെഡ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതെന്താ ഐറ്റം? அது 4x4 ஃப்ரண்ட்ல ரெண்டு இடம் சுத்தும், பேக்ல ரிவர்ஸ்ல ரெண்டு இடம். ഓ അപ്പടിയാ. ഇത് എവിടെ വരുന്നത്? இது 200 வரும். 200 വരും. ഓക്കെ. നെക്സ്റ്റ് വന്ന് നമ്മുടെ നിലച്ചക്രാണിത്. നിലച്ചക്രം ഇത് എല്ലാം നല്ല മദേഴ്സ് എന്നുള്ള ബ്രാൻഡാണ് ഇവർ മൊത്തം ഇവിടെ കൂടുതലും കൊടുക്കുന്നത്. മദേഴ്സ് എന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റി പടക്കങ്ങളുള്ളൊരു സെറ്റപ്പാണ്. ഇത് കുറച്ച് ഹൈ ക്വാളിറ്റി നിലച്ചക്രാണ്. ഇതിനെവിടെ പറഞ്ഞാൽ 100 ആണ്. 100 രൂപയാണ് ഈ ഒരു മൊത്തം ബോക്സിന് വരുന്നത്. അത് പ്ലാസ്റ്റിക്. ഓക്കെ. അപ്പുറം വന്ന് ഇതന്നത് ഇത് ചക്രം തന്നെയാണ്. ഇതൊക്കെ ഉള്ള വരുന്നത് ചിന്ന ചക്രം 45 രൂപ. ആ റേഞ്ച് ഇത് വരുന്നുള്ളൂ. ഇതൊക്കെ 45. ഇതെല്ലാം സെയിം. ഇതെല്ലാം വന്ന് സ്കൈ ഷോട്ടുകളല്ല, ചിന്ന സ്കൈ ഷോട്ട്സ്. ഇതെല്ലാം ഉള്ള വരുന്നത് 50 രൂപ ഒരു സ്കൈ ഷോട്ടിന് വരുന്നത്. കൊള്ളാം, അടിപൊളി. ഇതെന്താ? അത് 95. ഇത് നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചുവിടുന്ന സാധനം തോന്നുന്നു. ഇതൊക്കെ നമുക്ക് വിഷുവിൻ്റെ അന്ന് രാത്രിക്ക് ഇതൊക്കെ മൊത്തം എന്താണെന്നുള്ള കാര്യം നമുക്ക് കത്തിച്ചിട്ട് പരീക്ഷിക്കാം. ഇതാണ് അടുത്തൊരു. ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് ഉള്ള, വീട്ടിൽ കുറേ പിള്ളേരുള്ളതുകൊണ്ട് എടുത്തേക്കുന്ന സാധനങ്ങളാണ്. കുറേ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ഇത് മറ്റേ നമ്മളെ തീപ്പെട്ടിയില്ലേ, ഈ തീപ്പെട്ടി ഉള്ള ഇതുള്ളതെന്നാ 100 എണ്ണം. 100. ഇത് 10 പെട്ടി ഉണ്ടാവും. 100 രൂപ.
ഇത് അടിപൊളി സാധനമാണ്, കോക്കനട്ട് എന്ന് പറയും. തെങ്ങ് മരം പോലെ ഇങ്ങനെ നല്ല ഹൈറ്റിൽ ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന സാധനമാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, നല്ല സ്വീറ്റ്സൊക്കെ എടുത്ത് വെച്ച പോലെ ഉണ്ട്. ഇതിന് എത്ര വരുന്നുണ്ട്? 3 പീസ് ഇത്ര 300, 360, 300 റേറ്റാണ് വരുന്നത്. പിന്നെ ഒരു ഹെവി ഐറ്റാണ് നമ്മുടെ മയൂരം. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടോ, നല്ല സൈസ് സാധനം. ഇതിങ്ങനെ 4 സൈഡിലേക്കും ഇങ്ങനെ സർവ റെയിൻബോ മാതിരി ഇങ്ങനെ കത്തും. ഇതിനൊക്കെ നാട്ടിൽ നല്ല വിലയായിരിക്കുന്ന ഉറപ്പാണ്. ഇതിനുള്ള തന്നെ 360 ഉണ്ടോ, 360 രൂപയ്ക്ക് ഇമ്മാരി ഒരു ഐറ്റം കിട്ടും കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് കലാശക്കൊട്ടായിട്ട് ഇത് കത്തിക്കാം. പിന്നെ ഉള്ളത് ഇതാ നമ്മുടെ സാധാരണ പൂക്കുറ്റി, നല്ല സൈസുള്ള പൂക്കുറ്റിയാണ്. ഇതുള്ളതാണ് 150 രൂപയ്ക്കാണ് ഈ ഫുള്ള് സെറ്റ് കേട്ടോ. പിന്നെ ഇതല്ല സ്കൈ ഷോട്ടുകളാണ്, ഇതെല്ലാം വലിയ സ്കൈ ഷോട്ട്. ഇത് ഉള്ളതെന്നാ 100 രൂപയുടെ ഒരെണ്ണം. പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം സരസ്വതി. ഇത് 4 ഇഞ്ച് സൈസ് ആണ്, 4 ഇഞ്ച് സൈസ്. ഇതെവിടെയാണ് ബണ്ടിലേക്ക്? 270 രൂപ ബണ്ടിലിന്. അപ്പം ഇത് 10 ഉണ്ട്, അപ്പോൾ 27 രൂപ ഒരു പീസിൽ. ഒരെണ്ണത്തിൽ 5 എണ്ണം വെച്ച് വരുന്നുണ്ട്. ഇത് 2 ബണ്ടിൽ. ഇതെന്താ, ഇത് വീണ്ടും നമ്മുടെ പൂക്കുറ്റി. പിന്നെയാണ് ബിജിലി പ്രീമിയം ക്വാളിറ്റി, അതായത് ചീറ്റി പോവാത്ത പ്രീമിയം ക്വാളിറ്റി മദേഴ്സിൻ്റെ കിട്ടുന്ന സാധനമാണ്. ഇതിന് 50 രൂപ. ഇത് 100 എണ്ണം വരുന്ന പീസിന്, 100 എണ്ണം പീസിന് വരുന്നത്. പിന്നെ നമ്മളെ ഗുണ്ടുകൾ, ചെറിയ സൈസ് ഗുണ്ട്. ഇതൊന്ന് ഓപ്പൺ പണ്ണ കൂടിയ മണ്ണ. ഇത് കണ്ടോ, ഇതൊരു ചെറിയ സൈസ്, ഈ ഒരു സൈസുള്ള വരുന്നതാണ്. ഇതിനെത്രയാണ്? 70 രൂപ ബോക്സിന്. ഇത് അതിൻ്റെ പെരിയ സൈസ്. ഇതാണ് വരുന്നത് 120 രൂപ. 100 രൂപയ്ക്ക് ഇത് നല്ല സ്റ്റാൻഡേർഡ് സൈസാണ്, അത്യാവശ്യം സൈസുള്ളത്. പിന്നെ ഇതിനായിട്ട് കുരുവിയുടെ വലിയൊരു സ്ട്രിപ്പാണ് കേട്ടോ. 9 രൂപയാണ് ഒരു പീസിന് വരുന്നത്. ഇത് മൊത്തം എவ்வளோண்ணா? 25 എണ്ണം അല്ലേ? 25 പാക്കറ്റ് 225 രൂപ വരും. അതായത് 9 രൂപേൻ്റെ അടുത്ത് എത്ര ഒരു പാക്കറ്റ് പീസിന്? 9 രൂപ വരും ഒരു പീസിനാകെ. പിന്നെ പ്രീമിയം ക്വാളിറ്റി പൂക്കുറ്റിയാണ്. ഇതിനെത്ര ചേട്ടാ? ഇത് മൾട്ടി കളറാട്ടോ, 2-3 കളറിൽ കത്തുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ നമുക്ക് രാത്രിക്ക് വിഷുവിൻ്റെ അന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് എவ்வளோ എണ്ണ വരുന്നത്? 150, 150 രൂപയ്ക്ക് 5 പീസ് അല്ലേ? 5 പീസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കൈ റോക്കറ്റാണ് വേണം. ഈ മുകളിലേക്ക് പോയിട്ട് പൊട്ടുന്ന രീതിയിലുള്ള രണ്ട് രീതി പൊട്ടുന്നുള്ളതാണ് മേടിച്ചേക്കുന്നത്. ഇതിനെത്രയാണ് സിംഗിൾ പീസൊക്കെ? ഒരു ബോക്സിൽ 10 പീസ് എടുക്കും. ഇത് 165. ഒന്നിന് 165 രൂപയ്ക്ക് 10 എണ്ണം പൊട്ടുന്ന രീതിയിലുള്ള സാധനമാണ് ഇത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇവിടുന്ന് എടുത്തേക്കുന്നത്. ഇനി എനിക്ക് കുറേ വീടിപ്പടക്കം മേടിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണ് സ്കൈ ഷോട്ടുകൾ വരുന്നത്. സ്കൈ ഷോട്ടൊക്കെ അതേ ഇവിടെ നിരന്നിരിപ്പുണ്ട്. സ്കൈ ഷോട്ട് ഇതവിടെ വരുന്ന 1500ക്ക് 100, 1500 രൂപയേ ഉള്ളൂ. 100 എണ്ണം ഉണ്ടാവും. പക്ഷേ 10 ടൈപ്പിലായിരിക്കും പൊട്ടുന്നത്. 10 കളേഴ്സിൽ 10 ടൈപ്പിൽ പൊട്ടുന്ന കളേഴ്സിൽ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ മേടിച്ചത് 30 ഷോട്ട് തന്നെയാണ്. 30ൻ്റെ ഡെമോ എടുക്കണ്ട ഇല്ലയാ? ഇത് 60 അല്ലേ? 60ക്ക് എവിടെ വരുന്ന 750 വരും. ഞാൻ മേടിച്ചേക്കുന്നത് ജസ്റ്റ് ചെറുതൊന്നും മേടിച്ചുള്ളൂ, 30 എണ്ണത്തിൻ്റെ. 30 എണ്ണത്തിന് 300 രൂപ. എവിടെയാണ്? 300 രൂപയ്ക്ക് 30 എണ്ണത്തിൻ്റെ ഷോട്ട് കിട്ടും. കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. പിന്നെ മൊത്തം മേടിക്കാനുള്ള ബഡ്ജറ്റൊക്കെ ഇല്ലാത്തതുകൊണ്ട് മേടിക്കാത്തതാണ്. ഇതൊക്കെ ഞാൻ എടുത്തിട്ട് മാറ്റി വെച്ച സാധനങ്ങളാണ്. കണ്ടോ, സ്കൈ ഷോട്ടുകൾ ഇരിക്കുന്നുണ്ടല്ലേ? ഹെവി സ്കൈ ഷോട്ടൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിലക്കുറവാണ്. ഇതെന്താണ് ഐറ്റം? ലോലിപ്പോപ്പ് വരെ കൊണ്ട് കിടന്ന് കറങ്ങുന്ന സാധനമായിരിക്കും. സ്കൈ ഷോട്ട്സാണ് ഈ കാണുന്നത്. ബേസിക്കലി നമുക്ക് ഇവിടുന്ന് എല്ലാം കൊറിയർ ചെയ്യാൻ പറ്റും. കേരളത്തിലേക്ക് എല്ലായിടത്തിലേക്കും ഇവരുടെ MSS എന്നുള്ള സർവീസ് ഉണ്ട്, ട്രാൻസ്പോർട്ട്. അതിലവർ ചെയ്ത് വിടും ലീഗലായിട്ട് തന്നെ. വേറെ ഇല്ലീഗൽ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ഡിസ്ട്രിക്റ്റിലേക്ക് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തും. ചിലപ്പോൾ നമ്മളവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും, നമ്മുടെ ജില്ലയിൽ എവിടെയെങ്കിലും പോയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്ക് തന്നെ എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൊറിയർ എക്സ്ട്രാ ചെയ്യണമെന്ന് മാത്രം.
ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, നല്ല വൃത്തിക്ക് നീറ്റായിട്ടുള്ള വെബ്സൈറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെബ്സൈറ്റ് കയറിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം 3000 ഓർഡർ ചെയ്യേണ്ടത്. ആ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തും. ചെറിയ റേറ്റ് തന്നെ വരുന്നുള്ളൂ. ഞാനിവിടെ കാണിച്ചേക്കുന്ന ഈ ഒരു റേറ്റ് തന്നെയാണ് അവരുടെ വെബ്സൈറ്റിലും കൊടുത്തേക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അവർ ചിലപ്പം ചെയ്തു തരുമായിരിക്കും. നിങ്ങൾ ഡയറക്റ്റ് അവരെ വിളിച്ച് സംസാരിച്ചിട്ട് കൊറിയർ ചെയ്താൽ മതി. എന്തായാലും മിനിമം 3000-3500 രൂപയുടെ സാധനം നമ്മൾ മേടിച്ചാൽ മാത്രമേ അവർ കൊറിയർ ചെയ്യുള്ളൂ എന്ന് മാത്രം. അപ്പം അയൽവക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്ത് നിന്ന് ഫണ്ടൊക്കെ പിരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കൂടി കൂട്ടി മേടിച്ചാൽ മതി. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയ സാധനമാണ് കേട്ടോ ഈ കുരുവിയുടെ സരസ്വതിയുടെ ബണ്ടിൽ എന്നൊക്കെ പറയുന്നത്. ഹെവി ഐറ്റമാണ്. ഇതുണ്ടല്ലോ, അതാ ഇത് 5 ഇഞ്ചാണ്, 5 ഇഞ്ച് ഡീലക്സ് അല്ലേ. ഇതൊക്കെ എவ்வளோ ബണ്ടിൽ വരുന്നത്? 370 370 രൂപയ്ക്ക് 5 ഇഞ്ചിൻ്റെ ബണ്ടിലാണ്. ഇതൊക്കെ ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് കലങ്ങിപ്പോവും. അതിൻ്റെ 4 ഇഞ്ചാണ് ഞാൻ മേടിച്ചേക്കുന്നത്. പിന്നെ ഇത് 2 രീതിയിൽ, അടിയിൽ നിന്ന് 2 രീതിയിൽ പൊട്ടുന്ന രീതിയിൽ അടിയിൽ വെച്ചിട്ട് പൊട്ടിക്കുന്നതാണ്. ഇതാണ് പറഞ്ഞേക്കുന്നത് കുരുവിയുടെ ചെറുത്, സരസ്വതി തന്നെ കുറച്ച് ചെറിയ ഐറ്റം. ഇത് റൊട്ടേറ്റിംഗ് സ്പാർക്കിളാ? ഓ, ഇതപ്പടിയെ വെച്ച് കൊളുത്തിട്ട് സൂപ്പറായിരിക്കും അല്ലേ? ഓ, ഇത് തന്നെ കീഴെ വരുതാ? ഇതൊക്കെ എவ்வளோ രൂപ வருது? 225. ഓ, അപ്പടിയാ. അതായത് കമ്പി നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കമ്പിത്തിൽ ഓരോന്നായിട്ട് കുത്തി ഇങ്ങനെ വെക്കാം ഇതിനകത്ത് അല്ലേ? ഓ, ഓക്കെ. നൈസ്. 320 എല്ലാവർക്കും. ഓ, തന്നെ താഴേക്ക് ആ ത്രെഡ് വെച്ചിട്ട് തന്നെ താഴേക്ക് പോവാണ്. വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ? ഇതെന്നത് 15 ഷോട്ട് വിത്ത് മ്യൂസിക്കോടെ പോകും. ഓക്കെ. ഇത് നമ്മുടെ ഷോട്ട് തന്നെയാണ്, 15 ഷോട്ട്. മെലോഡി മ്യൂസിക്, മെലോഡി മ്യൂസിക് ആയിട്ട് മുകളിലേക്ക് പോകുന്ന പറയുന്നത്. വിത്ത് ഗ്രീൻ കളറിൽ പോകും, സ്കൈയിൽ പോകും. സ്കൈയിൽ പോകും. ഇതെവിടെ വരുന്നത്? ഇത് വന്നിട്ട് 250. 250 രൂപയ്ക്ക് സാധനം കിട്ടും കേട്ടോ. എത്ര രൂപയ്ക്കായിരിക്കും സാധനം നമുക്കിത് വാങ്ങാൻ പറ്റുക? ട്രെയിൻ. ഇത് ഫൗണ്ടൈൻ മാതിരി. ഓ, അപ്പടിയാ. ഇതിലെ ബസ് இருக்கு. ഓ, ഇത് ബസ്. ചിന്നത്. ഇത് വന്ന് ബസ്. അതുപോലെ ഇത് ട്രെയിൻ എവിടെ വരുന്നത്? இந்த ட்ரெயின் வந்துட்டு 350 வரும். 350. இது வந்துட்டு 200. ഓക്കെ. ഈ റേറ്റിലൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം റേറ്റ് തന്നെ ആയിരിക്കും ഇവിടെ വരുമ്പോഴും. കേരളയിൽ നിന്ന് വന്ന എക്സ്ട്രാ ഡിസ്കൗണ്ട്. കേരളയിൽ നിന്ന് എക്സ്ട്രാ ഡിസ്കൗണ്ട്. നമ്മുടെ ചാനൽ കാണുന്നതൊക്കെ വേറെ കൊടുക്കൂലേ? കണ്ടിപ്പാ കൊടുക്കും. അപ്പം ഇവിടെ വന്നിട്ട് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവരുടെ ഈ എല്ലാ ഐറ്റംസ്, ഈ കാണിച്ച എല്ലാ ഐറ്റംസും നല്ല വൃത്തിയിൽ, ഞാനതാണ് പറയുന്നത്, ഇവരുടെ വെബ്സൈറ്റ് വളരെ നീറ്റും ക്ലീൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. നല്ല വൃത്തിയിൽ നമുക്കിത് ഓർഡർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. എന്നത് ഗിഫ്റ്റ് ബോക്സാ? ഗിഫ്റ്റ് ബോക്സ് அப்படின்னா இதில் எல்லா ஐட்டமும் வந்துடும் உள்ள. ஓ, உள்ள எல்லா ஐட்டமும் 35 ஐட்டம்ஸ் இருக்கும். ஓ, இந்த மாதிரி 35 ஐட்டம்ஸ் இருக்கும். அந்த ஐட்டம்ஸ் இருக்கும். ஓ, 2 இன்ச் லக்ஷ்மி குருவி 30 ஐட்டம்ஸ். ஓகே. ಇದಕ್ಕೆ ಎவ்வளவு வருது? இந்த gift box 30 ஐட்டம்ஸ் எவ்வளவு வருதுன்னா? gift box 30 ஐட்டம்ஸ்க்கு 250 to 300. இது மொத்தம் 300 rupees கிடைக்குமா? ஆமா. only 300 ஆ? இது ஃபுல்லா ஒரு பீஸ் சார். ஒரு பீஸ். ஒரு പാക്കറ്റ് വെച്ചിട്ട് 30 ഐറ്റംസ് 300 rupees கிடைக்கும். ஓ, ஓகே. 35 ஐட்டம்ஸ். இந்த பாக்ஸுக்கு 100 rupees விலை இருக்குல்ல? ஃப்ரெண்ட்ஸுக்கு ரிலேட்டிவ்ஸ்க்கு பக்கத்து வீட்டுக்காரங்க. ஓ, அப்படியா? நல்லா இருக்குல்ல? കൊള്ളാം. നൈസ്. 20 ഐറ്റംസ് 250. 250 രൂപയ്ക്ക് ഈ ഒരു ബോക്സ് കിട്ടും കേട്ടോ. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ. അമ്പാ നോക്കിട്ടിരിക്കുന്നല്ലേ നല്ല സൈസ് സാധനം. ഇതിനെവിടെ തന്നെ? ഇത് വന്നിട്ട് 320. 320 രൂപയ്ക്ക് ഇത് മൊത്തം കിട്ടും. അടിപൊളി. ഇതെത്ര ഉണ്ട്? 10 എണ്ണം. ഇത് നിന്ന് കത്തും കേട്ടോ. അടിപൊളി. നല്ല ഹൈറ്റ്. അപ്പടിയാ? ഇത് 250ക്ക് ഇത് ലാഭമാട്ടോ. ഇത് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അയൽവക്കാർക്ക്, വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഈ സാധനം അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഒരു സാധനം കണ്ടോ? ഇത് പേപ്പർ ബോംബ് എന്ന് പറയും. ഇത് 250 ഗ്രാമിൻ്റെ ആണ് കേട്ടോ. 50 രൂപയുള്ളൂ ഒരെണ്ണത്തിന്. ഇതിപ്പോൾ 2 100 രൂപ എടുത്താൽ
ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മിറ്റം നിറച്ച് പേപ്പറായിരിക്കും. പുറത്താരും കണ്ടായിരിക്കും ഫുള്ള് ഭയങ്കര പടക്കം പൊട്ടിക്കലായിരിക്കുന്നത്. ഇതൊരു കിടില സാധനമാണ്. ഇതിൻ്റെ 100 ഗ്രാമിന് അല്ല 1/2 കിലോയുടെ ഉണ്ട്. 1/2 കിലോന് 100 രൂപ, 250 ഗ്രാമിൻ്റെ 50 രൂപ. ഞാനാണ് 250 ഗ്രാമിൻ്റെ 2 എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശിവകാശിയിലെ പടക്കത്തിൻ്റെ വില നിലവാരങ്ങളും ഒക്കെ പറയുന്നത്. പറ്റിയാൽ നമുക്കൊരു ഫാക്ടറി വിസിറ്റ് എവിടെയെങ്കിലും നടത്താൻ പറ്റുന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഇന്ന് തീരെ സമയമില്ല, തിരിച്ച് വേഗം നാട്ടിലെത്തേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഇറങ്ങി നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും നോക്കാം, പറ്റിയാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫാക്ടറി ചെറുത് അവനോട് ചോദിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. நீங்கள் உங்கள் ஃப்ரெண்ட்ஸுக்கு கொடுங்க. മറ്റേ വെബ്സൈറ്റ് പക്ക വർക്കിംഗ് തന്നെ. வெப்சைட் പക്ക വർക്കിംഗ് തന്നെ. அனுப்பிவிட்டுங்க வெப்சைட்டு. ஆ அது நீட்டாக இருக்குது வெப்சைட்டு. അപ്പോൾ பார்க்கலாம் നമ്മുടെ ലാസ്റ്റ് ടൈം പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വിജയ് വന്നിട്ടുണ്ട്. ഇവരെനിക്ക് മഹാരാഷ്ട്ര നമസ്കാരം. ഞങ്ങൾ മഹാരാഷ്ട്ര ട്രിപ്പിൽ വാട്ടർഫാളിൻ്റെ പേരെന്തായിരുന്നു? തുഗർവാടി വാട്ടർഫാളിൽ കിട്ടിയേക്കുന്ന ഫ്രണ്ടാണ്. അങ്ങനെ അവരുടെ നാട്ടിലേക്ക് ശിവകാശിക്ക് നമ്മൾ അല്ലേ. ഓക്കെ, നമുക്കിനി ഇവൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകാം. ഇവരോട് അങ്ങനെ അവിടുന്ന് പഴക്കങ്ങളൊക്കെ മേടിച്ച് പാർസൽ ചെയ്ത് നമ്മൾ നേരെ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി വിശേഷങ്ങളും അതുപോലെ തന്നെ നാളെ പോയിട്ട് നമുക്ക് പടക്കങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാണാനുള്ള വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ മനുശങ്കർ സൈനിങ് ഓഫ്.